ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഗൈസ്, ഞാൻ എണീറ്റ് ബ്രഷൊക്കെ ചെയ്തിട്ടാ ബ്രഷൊക്കെ ചെയ്ത് ഇരിക്കുകയാണ്. പിന്നെ നമ്മൾ കുഞ്ഞാറ്റനെ കുറേ വീഡിയോസിലായി കണ്ടിട്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പം ഇതാണ് നമ്മുടെ കുഞ്ഞാറ്റ. അവളെ വീട്ടിലൊന്നും വരില്ല ഗൈസ്. അവള് ഏത് നേരെ ടി വി കണ്ടിരിക്കില്ല. ആ പണി എന്തെങ്കിലും പറയും. കുട്ടി സ്കൂളിൽ പോയി തുടങ്ങിയപ്പോൾ ബിസിയാണ്, പഠിപ്പാണ്, ഫുൾ പഠിപ്പ്. അതാണ് വീഡിയോ ഇട്ടതിൽ കുറേ കമൻറ്റുകൾ ഞാൻ കണ്ടായിരുന്നു പോസിറ്റീവായിട്ട്. +2 കഴിഞ്ഞവരുടെയും സയൻസ് എടുത്തിട്ട് അവർ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാലും അവർ പഠിച്ചു, കുറേ മോട്ടിവേഷനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ സയൻസ് എടുത്ത് ടഫായിരുന്നു, പക്ഷേ നല്ല മാർക്കോടുകൂടി പാസ്സായി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ നല്ല സന്തോഷം ഉണ്ടായി. നമുക്ക് ഫുഡ് കഴിക്കണം. കുഞ്ഞാറ്റ് ഫുഡ് കഴിച്ചാ? വാരി തന്നാലേ കുഞ്ഞാറ്റ കഴിക്കുള്ളൂ. അവൾക്ക് ഉരുട്ടി വായിൽ വെച്ച് കൊടുക്കണം. അമ്മച്ചിയൊക്കെ പുറത്തുണ്ട്. അമ്മച്ചി പുറത്ത് അപ്പച്ചനെ ഡോക്ടറെ എടുത്തുകൊണ്ടാൻ ഇരിക്കുകയാണ്. അപ്പച്ചനെ ഡോക്ടറെ എടുത്ത് കൊണ്ടുപോകാൻ വേണ്ടി ഇരിക്കുകയാണ് അമ്മച്ചിയും മമ്മിയും കൂടെ. അപ്പോൾ അപ്പച്ചന് എന്താണെന്ന് വയ്യ. അപ്പച്ചനെ സ്ട്രോക്ക് വന്നു ഒരു ഭാഗം ബലക്കുറവായി. അപ്പോൾ അത് കാരണം കൊണ്ട് ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോയി ശരിയായിട്ടൊന്നുമില്ല. ഇപ്പോഴും നടക്കാനൊന്നും പറ്റുന്നില്ല. അകത്ത് നടക്കാം. പിന്നെ ഒരു കയ്യിന് അത്ര തളർച്ചയല്ല, എന്നാലും വലിയ ബലങ്ങളൊന്നുമില്ല. ഇപ്പം കയ്യിനും കാലിനും ഇപ്പം പ്രശ്നമില്ല. ആള് അകത്തൊക്കെ നടക്കും. പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. പുറത്തേക്ക് ഇറങ്ങിയാൽ വീഴണമാതിരി തോന്നാം. അപ്പോൾ ഒരാൾ കൈ പിടിച്ച് നടത്തിക്കണം. അപ്പോൾ ഡോക്ടർ പറഞ്ഞ പതുക്കെ ആവുള്ളൂ എന്ന് പറഞ്ഞേക്കണം. ഫിസിയോതെറാപ്പി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യണം. ഇപ്പോൾ ശരിക്കും മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ശ്വാസം കിട്ടാണ്ട് വരുന്നതാണ് ഇപ്പോഴത്തെ പ്രശ്നം. അപ്പോൾ അത് കാരണം ഡോക്ടറെ 2 പ്രാവശ്യം ഇവിടെ ഒരു പുത്തൂര് മിഷൻ ഉണ്ട്. അപ്പോൾ അവിടെ 2 പ്രാവശ്യം കൊണ്ടുപോയി. അപ്പോൾ അവർ ജില്ലയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടാണ് ഇപ്പോൾ കാണിക്കണേ. ഇതിൻ്റെ ഡോക്ടർമാരുണ്ട് അവിടെ. അപ്പോൾ അവിടെ കാണിക്കും. ഇപ്പോൾ ഇന്ന് കൊണ്ടുപോയി. ഇനി 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും കൊണ്ടുപോകണം. ആൾക്ക് ബസ്സൊന്നും കയറാൻ പറ്റില്ല. അപ്പോൾ ഓട്ടോറിക്ഷ വരും. അപ്പോൾ അങ്ങനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ വരും. അപ്പോൾ ഞങ്ങൾ അപ്പച്ചനെ കൊണ്ടുപോകാനായിട്ട് പോകണം. ഞാനും എനിക്ക് തന്നെ പറ്റില്ല. അപ്പോൾ ടിൻറ്റും കൂടെ വരും. ഞങ്ങൾ 2 കൂടി അപ്പച്ചനെ കൊണ്ടുപോകണം. അപ്പോൾ നമുക്ക് 2 മാസമായി ഇയാൾക്ക് ഇങ്ങനെ ഉണ്ടായിട്ട്. ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ പറയാണ് ഗൈസ്. ഇപ്പോൾ ഞങ്ങൾ പറയാണ്. അപ്പം അമ്മച്ചി മമ്മ ഡോക്ടറെ അടുത്ത് പോകും. അപ്പം ഞങ്ങൾ അച്ഛൻ ഇന്നലെ എൻ്റെ ഡ്രസ്സ് ഇട്ടിട്ട് അവരെന്നെ വീട്ടിലിട്ട് കൈ കണ്ട പൊട്ടി. ഇത് മേടിച്ച് ഈ സാധനല്ലേ, ഈ സംഭവം തുമ്മ ഇത് ഭയങ്കര ഇതല്ലേ, മൊരമരാന്നിരിക്കണ കാരണം ഇടിച്ചിട്ടുണ്ട പൊട്ടി. അവൻ പൊട്ടിച്ച പറയുള്ളൂ. അപ്പൊ നമുക്ക് ഫുഡ് കഴിക്കാം. വിശക്കുണ്ട്. ഇവിടെ എന്താ കറി നോക്കട്ടെ. അപ്പൊ ഗൈസ്, ഇതാണ് നമ്മുടെ ഇന്നത്തെ ഫുഡ്. ചോറും പിന്നെ ചീരക്കറിയാന്ന് തോന്നുന്നു. ചീരക്കറിയും ചെറുപയർ കറിയും പിന്നെ അമ്മച്ചിയുടെ സ്പെഷ്യൽ അച്ചാറും കഴിക്കാം ഗൈസ്. മമ്മി ഇവിടെ കുളിച്ചു വന്നു. ഗൈസ്, നമ്മുടെ അപ്പച്ചനും അമ്മച്ചി ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നു. ഹായ് പറയ്. കേക്ക് വെട്ടി ചുള്ളനായി. അപ്പച്ചൻ മുടി വെട്ടി ചുള്ളനായി. ഇവിടേക്ക് ഇങ്ങോട്ടേക്ക് നോക്ക്. ഇവിടെ നോക്ക്. നാണ അപ്പച്ചന്. കൊടച്ചു കളിക്കേ. ഈ സിനിമ അങ്ങനെ ഗൈസ്
ഞാൻ കുറച്ചേരം ഇന്ന് സിനിമയൊക്കെ കണ്ടു. അങ്ങനെ ഉച്ചയായപ്പോൾ ഫുഡൊക്കെ കഴിച്ചു. സിനിമ നല്ല സിനിമയാണ് കേട്ടോ. പടക്കളം എന്ന് പറഞ്ഞ സിനിമ വലിയ കുഴപ്പമില്ല, നല്ല രസമുണ്ടായിരുന്നു. അത് തിയേറ്ററിലൊക്കെ ഇറങ്ങിയായിരുന്നു, പക്ഷേ പോയി കാണാൻ പറ്റില്ല. ഇപ്പോൾ ടി വിയിൽ നോക്കിയപ്പോഴാണ് കണ്ടത്. അങ്ങനെ കണ്ടു. അത് കഴിഞ്ഞ് മമ്മയും അമ്മച്ചൊക്കെ വന്നു കേട്ടോ. മമ്മയും അമ്മച്ചൊക്കെ വന്ന് ഉച്ചയായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഫുഡൊക്കെ കഴിച്ചു കുറച്ച് നേരം കിടന്നു. നമ്മൾ വീട്ടിലിരിക്കുന്ന കാരണം അങ്ങനെ ഒരു പണിയും ഇല്ല, വീട്ടിലിരിക്കുന്ന കാരണം. അപ്പോൾ പുറത്തിറങ്ങുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണിക്കാനുണ്ടാവും. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പൊതിയാനിരിക്കുകയാണ് ഗൈസ്. നമുക്ക് കൊറിയർ അയക്കണമല്ലോ. ഇന്ന് പൊതിയാൻ നാളെ തന്നെ അയക്കണം. നാളെ അല്ലെങ്കിൽ ഇന്ന് പറ്റുകയാണെങ്കിൽ ഇന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ വേഗം തന്നെ അയച്ചു തരുന്നതായിരിക്കും. പിന്നെ ഇവിടെ ഉള്ളവർക്ക് ചിലപ്പോൾ നമ്മൾ കൊണ്ടു കൊടുക്കും കേട്ടോ, തൃശ്ശൂരുള്ള നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്. അങ്ങനെ ഗൈസ് ഞങ്ങൾ പാക്കിംഗ് ഒക്കെ തുടങ്ങി. നമുക്ക് 12 ഗിഫ്റ്റ് ഉണ്ട്. അപ്പോൾ 12 നമ്മളിരുന്ന് പാക്ക് ചെയ്യാണ്. പിന്നെ ഇത് പാക്ക് ചെയ്തിട്ട് ഇന്ന് തന്നെ അയക്കൽ നടക്കും തോന്നണില്ല. അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഇത് പാക്ക് ചെയ്ത് ഒരു തിങ്കളാഴ്ചയൊക്കെ ആകുമ്പോൾ അയക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇത് പാക്ക് ചെയ്ത് കഴിഞ്ഞ് ഇത് മീൻ നമ്മൾ അഡ്രസ്സൊക്കെ ഒട്ടിക്കണം, അത് വേറെ പണിയുണ്ട്. അങ്ങനെ നമ്മുടെ ഗിഫ്റ്റ് പൊതിഞ്ഞു കഴിഞ്ഞു. നമ്മളെല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതില് അയക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ, തിങ്കളാഴ്ച അയക്കാം. അത് അഡ്രസ്സ് ഒട്ടിച്ചിട്ട് ഇനി അയക്കണം, അതും കൂടിയാണ്. അപ്പോ ഞങ്ങള് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ തൃശ്ശൂര് 3 പേരുടെ വീടുണ്ട്. അപ്പോ 2 പേരുടെ ഇന്നിപ്പോ കൊണ്ടുകൊടുക്കാൻ ഇല്ല. ഒരു കുട്ടീനെ വിളിച്ചപ്പം ആ കുട്ടി വീട്ടിലില്ലാന്ന് പറഞ്ഞു. ഇവിടെ അടുത്താ, നമ്മുടെ വീടിന്റെ അടുത്താ. അപ്പൊ അവിടെ വരെ ഒന്ന് പോയിട്ട് കൊടുത്തിട്ട് അപ്പൊ നമ്മള് വേഗം പോയി വരാം എന്ന് ശരിക്കും കുഞ്ഞാലിനെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ നമുക്ക് അപ്പോ നമുക്ക് പോയിട്ട് ഗിവവേയുടെ ആ സംഭവം കൊണ്ടുകൊടുക്കുന്നത് നാളെയാണ് അയക്കാൻ പറ്റുള്ളൂ. ഇന്നെല്ലാം പാക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അതുമ്മ അഡ്രസ്സ് ഒട്ടിച്ച് നാളെ നമ്മൾ അയക്കുന്നതായിരിക്കും. പക്ഷേ ഇതുവരെ ചിലവരൊന്നും അഡ്രസ്സ് കിട്ടാത്തവരുടെ വീണ്ടും അല്ല, അഡ്രസ്സ് കിട്ടാത്തവരെ നമ്മൾ വയ്ക്കാം. ഇത്ര ദിവസമായി എന്നിട്ട് ഇതുവരെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ ഗീവവേയുടെ ഗിഫ്റ്റ് ആർക്കും വേണ്ടെന്ന് തോന്നുന്നു ഗൈസ്. അത് ആവശ്യമുള്ളവരുണ്ടാവും, ആവശ്യമില്ലാത്തവരുടെ ഞങ്ങള് വാങ്ങിച്ചെടുക്കും. എന്തിനാ? നല്ല ക്യൂട്ടായിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ടേബിളില് വാ പോവാം. മഴ നമുക്ക് പോവാം ഗൈസ്. അങ്ങനെ ഗൈസ് നമ്മൾ വിന്നറായിട്ടുള്ള കുട്ടിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. പറവട്ടാണിയിലാണ് കേട്ടോ വീട്. അപ്പം നമ്മൾ ലൊക്കേഷനൊക്കെ വാങ്ങിച്ചായിരുന്നു. പിന്നെ വിന്നറായിട്ടുള്ള കുട്ടിയുടെ പേര് നൂറിൻ എന്നാണ്. അങ്ങനെ ഞാനും മമ്മിയും കുഞ്ഞാറ്റിയും കൂടെ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അവിടെ അടുത്ത് തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ പോകുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു കോട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കീറിപ്പോയി ഗൈസ്. അതുകൊണ്ട് ഞാൻ വേറൊരു കോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, അതും കീറിപ്പോയി. അതുകൊണ്ട് ഞങ്ങൾ പോകുന്ന വഴിക്ക് എനിക്കൊരു കോട്ടൊക്കെ വാങ്ങിച്ചു. സംഭവം മഴയൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല, പക്ഷേ നല്ലൊരു തൂളലുണ്ടായിരുന്നു. തൂളൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും നമ്മൾ കോട്ടൊക്കെ ഇടണം എന്നാണ്. എങ്ങാനും പനി വന്നാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കോട്ടൊക്കെ നമ്മൾ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവിടെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ചെറിയൊരു വഴി കൂടെ കയറിയിട്ടാണ്, എന്നാലും അവരിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവരെ കണ്ടു. പിന്നെ ആൻറ്റിക്ക് ചെറിയ കാലിന് എന്തോ പ്രശ്നമായിട്ടിരിക്കുകയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അകത്ത് കയറിയിട്ടാണ്. അകത്ത് കയറി നമ്മൾ അവിടെ അമ്മേനെയും അമ്മമ്മേനെയൊക്കെ കണ്ടു. നേരിട്ട് ഇങ്ങനെ കണ്ട് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയതിലും എല്ലാവരും കാണാൻ പറ്റിയതിലും നല്ല. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നു, സംസാരിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ യാത്ര പറഞ്ഞ് ഇറങ്ങിയിട്ട് അവിടെ നിന്ന്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോയത് ഹൈലൈറ്റ് മാളിലേക്കാണ്. ഹൈലൈറ്റ് മാളിൽ പോയിട്ട് കുറച്ച് ദിവസമായി ഗൈസ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വെറുതെ ഒന്ന് കറങ്ങിയിട്ട് വരാം അവിടെ പോയിട്ട്. അങ്ങനെ അവിടെ ചെന്നപ്പോഴാണ് ഞങ്ങൾ ആ സത്യം അറിഞ്ഞത്. അവിടെ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല അകത്ത്. അതുകൊണ്ട് പുറത്ത് പാർക്ക് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ വീണ്ടും അകത്തേക്ക് ഞങ്ങൾ ഉള്ളിലേക്ക് കൊണ്ട് പാർക്ക് ചെയ്യാൻ പോയതാണ്. പക്ഷേ അവിടെ സ്ഥലമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീണ്ടും സൈഡിൽ കൂടെ വന്നിട്ട് പുറത്ത് പാർക്ക്. പിന്നെ നമ്മുടെ ആൽഫി ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് കുറേ പേർക്കൊക്കെ അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞങ്ങൾ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആൽഫി പറയാറുണ്ട്, കുറേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുട്ടികൾ വന്ന് ആൽഫിയുടെ അടുത്ത് സംസാരിക്കാറുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ നമ്മളിവിടെ വന്ന് കഴിഞ്ഞാൽ നേരെ ആൽഫിനൊക്കെ കാണാൻ പോകും. അവനെ കണ്ടിട്ട് ഒരു ഹായ് പറഞ്ഞിട്ടൊക്കെ ഞങ്ങൾ കറങ്ങാൻ പോകാറുള്ളൂ.
പിന്നെ വേറൊരു സംഭവം ഇവിടെ വന്നപ്പോൾ ഇതിനെക്കാട്ടിലും മുമ്പ് അമ്മ ഒരു റീല് കണ്ടായിരുന്നു. ഞാൻ കണ്ടില്ല കേട്ടോ, പക്ഷെ അമ്മ കണ്ടായിരുന്നു. ഇവിടെ ഒരു തട്ടുകട തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ലുലു ഡെയിലിയിലൊരു തട്ടുകട, പുതിയൊരു തട്ടുകട വന്നിട്ടുണ്ട്. അപ്പം പിന്നെ നമ്മുടെ കുഞ്ഞാറ്റേനെ അതിൽ കാറിലൊക്കെ ഇരുത്തി കറക്കി കുഞ്ഞാറ്റേനെ ഇരുത്താൻ പറ്റും. വേണമെങ്കിൽ എനിക്കൊക്കെ ഇരിക്കാം, കാരണം അതിനകത്ത് എത്രയോ കിലോ വെയിറ്റ് വരെ ഇരിക്കാം എന്നൊക്കെ പറഞ്ഞായിരുന്നു അവൻ. അപ്പോൾ എനിക്കൊക്കെ ഇരിക്കും. പിന്നെ ഞാൻ വേണ്ടെന്ന് വെച്ചിട്ടാണ്. അങ്ങനെ നമ്മൾ തട്ടുകട വരെ ഒന്ന് പോയി. പിന്നെ ഇവിടെ നമ്മളൊന്നും വാങ്ങിച്ചൊന്നുമില്ല, വെറുതെ നോക്കാൻ പോയതാണ് എന്താണ് സംഭവങ്ങൾ ഇവിടെയുള്ള എന്തൊക്കെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇവിടെ കുറേ സംഭവങ്ങളുണ്ട് ഗൈസ്, ചായ അങ്ങനെ കുറേ തട്ടുകടയിൽ കിട്ടുന്ന കുറേ സംഭവങ്ങളുണ്ട്. പക്ഷെ നമ്മളതൊന്നും ട്രൈ ചെയ്ത് നോക്കിയില്ല. ഒരു ദിവസം വന്നിട്ട് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമുക്ക് ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഡൈനിങ് സ്പേസ് ഉണ്ട് ഇവർക്ക്, ചെറുതായിട്ടുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് കൊണ്ടുപോകട്ടോ, അങ്ങനെയുണ്ട്. അപ്പോൾ ഞങ്ങൾ വെറുതെ തട്ടുകടയൊക്കെ കണ്ട് പിന്നെ ഞങ്ങൾ നേരെ പോയത് മുകളിലേക്കാണ്. മുകളിൽ നമുക്കറിയാമല്ലോ ഫുഡ് കോർട്ട്. ഫുഡ് കോർട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കൂടുതൽ എപ്പോഴും പറയാറുള്ളൊരു സംഭവമാണ് ചിക്കിങ്ങിൽ നിന്ന് ഫ്രൈഡ് ചിക്കൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ് ചിക്കിങ്ങിലത്തെ ഫ്രൈഡ് ചിക്കൻ. അപ്പോൾ ഞങ്ങൾ നേരെ അവിടേക്കാണ് വിട്ടത്. ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഇവിടെ വന്നിട്ട് വേറെ സംഭവങ്ങളൊക്കെ ട്രൈ ചെയ്യാറുള്ളൂ, അല്ലെങ്കിലൊക്കെ ഇവിടെ വന്ന് കറങ്ങാൻ പോകും. അയ്യോ ഗൈസ്, നമ്മുടെ ഫുഡ് വന്നിരിക്കുകയാണ്. അങ്ങനെ ഫുഡൊക്കെ വന്ന് ഫുഡ് ഇടയ്ക്ക് കഴിഞ്ഞ് നമ്മളിനി വീട്ടിൽ പോവുകയാണ്. ഇനി വേറെ പരിപാടിയൊന്നുമില്ല, നമ്മൾ വീട്ടിൽ പോവാണ്. ആൽഫി ഇവിടെ ഒരു 11 വരെ, അവന് ഒരു 11 മണി വരെയൊക്കെ ഇവിടെ വർക്കിന് നിൽക്കണം. അത് കഴിഞ്ഞിട്ടാവും വരുള്ളൂ. അവന് രാവിലെ ഒരു 10 മണി തൊട്ട് 11 മണി വരെയാണെന്ന് തോന്നുന്നു എനിക്ക്. അപ്പോൾ അവൻ അടിയിലേക്ക് പോയി. പിന്നെ ഞാനും മമ്മിയും പിന്നെ ഗിവവേയുടെ ഗിഫ്റ്റൊക്കെ അയക്കാം കേട്ടോ. പിന്നെ വേറൊരു കാര്യം, ഇപ്പോഴും അഡ്രസ്സ് തരാത്തവരുണ്ട്. അവർ തന്നില്ലെങ്കിൽ ആ ഗിഫ്റ്റൊക്കെ ഞങ്ങൾ വേറെ ഗിവവേക്ക് വെക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും അഡ്രസ്സ് തരാത്തവരുണ്ടെങ്കിൽ ഞങ്ങൾ വീട്ടിൽ പോകണം. വീട്ടിൽ പോയിട്ട് എനിക്ക് കുറേ പണിയുണ്ട്. നമുക്ക് ഡ്യൂട്ടി ഉണ്ട്, പിള്ളേരെ നോക്കുന്ന ഡ്യൂട്ടിയാണ് എനിക്ക്. രാത്രിയായി കഴിഞ്ഞാൽ രാത്രിയായ ഡ്യൂട്ടി ഉറപ്പാണ്. അപ്പം ഞാൻ ഡ്യൂട്ടിക്ക് ഇരിക്കുകയാണ് ഗൈസ്. ഒരെണ്ണം എൻ്റെ ബാക്കിലിരിക്കുന്നുണ്ട്, ഒരു ചിടുങ്ങ്. പിന്നെ ഒരെണ്ണം അതേ കിടന്ന് നടക്കണു. ബേബി ആൻറ്റി അടിയിൽ പോയേക്കാണ് ഗൈസ്. അപ്പം ഞാൻ ഒരെണ്ണം ഇതിന് പിന്നെ നോക്കണ്ട, അവിടെ ഇരുന്നോളും. ബാക്കി എന്താണോ അതിന് നോക്കിയാൽ മതി. അപ്പം ഞാൻ ഡ്യൂട്ടിയിലാണ് ഗൈസ്. ഇവിടെ അതിൻ്റെ വീട്ടെ. അപ്പം ഇത്രയുള്ളൂ വീഡിയോ. അപ്പോൾ ഇത്രയും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ഒന്ന് ബെൽ ചെയ്യുക. പുതിയ വീഡിയോ വരുമ്പോഴത്തേക്ക് ടാറ്റാ.